1.5 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള മഹാരാജാസ് കോളേജിൽ 1 നൂറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്ന മഹാരാജാസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനെ ഒക്ടോബർ മാസത്തിലാണ് ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയത്. ക്യാമ്പസിനുള്ളിൽ സംഘടനയ്ക്ക് അനുവദിച്ചിരുന്ന ഓഫീസിന് കോളേജ് അധികൃതർ പൂട്ടിയിട്ടു. ഓഫീസ് വീണ്ടും തുറക്കാൻ സംഘടനയുടെ പ്രസിഡന്റായ മുൻ അംബാസിഡർ വേണു രാജാമണി, അംഗങ്ങളായ മുൻ മന്ത്രി തോമസ് ഐസക്, ജസ്റ്റിസുമാരായ കെ സുകുമാരൻ, PS ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ അനുരഞ്ജന നീക്കം ഫലം കണ്ടില്ല. ഇതിനെ തുടർന്നാണ് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ അസോസിയേഷൻ തീരുമാനിച്ചത്. ഇത്രയും കാലം ഞങ്ങൾ കാത്തുനിന്നു. കാരണം ഞങ്ങളുടെ കോളേജാണ്. ഇവിടെ അവിടെയുള്ള ഏതൊരു അധ്യാപകനേക്കാൾ ആ കോളേജിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളാണ്. കാരണം കഴിഞ്ഞ കാലാകാലങ്ങളായി ഞങ്ങളാണ് അവിടെ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങളിനി അജിറ്റേഷനിലേക്ക് പോവുകയാണ്. നിയമ നടപടികൾ വേണമെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ വിവരവുമായി ഇറങ്ങിച്ചെല്ലും. സംഘടനയെ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികൾ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. കോളേജിന്റെ ആസ്തികളിൽ നിന്ന് വരുമാനം ഉറപ്പാക്കുന്നതിലുണ്ടായ വീഴ്ച ചോദ്യം ചെയ്തതാണ് പുറത്താക്കാൻ കാരണമെന്ന് അസോസിയേഷൻ ആരോപിക്കുന്നു. ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ആ ചോദ്യം അവിടെ നിൽക്കും. MN വിജയൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് മഹാരാജാസിനെ അവമതിപ്പിക്കാനാണ് ചോദിക്കുന്നത് എന്ന് കോളേജ് കരുതുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നുമല്ല. അസോസിയേഷനെ പുറത്താക്കിയ ശേഷം അലൂമിനി അസോസിയേഷൻ എന്ന പേരിൽ അധ്യാപകർ ചേർന്ന് സംഘടന രൂപീകരിച്ചതായും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പറയുന്നു. വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പലിനെ സമീപിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. നടൻ മമ്മൂട്ടി, പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരനുമാണ് അസോസിയേഷന്റെ നിലവിലെ രക്ഷാധികാരികൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.